യോശുവയുടെ പുസ്തകം 21 അധ്യായം. അനന്തരം ലേവ്യരുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ എലയാസറിൻ്റെയും നൂൻ്റെ മകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു. കനാൻ ദേശത്ത് ശിലോവിൽ വെച്ച് അവരോട്, യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശ മുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാറേ, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു. കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് വന്ന നറുക്കുപ്രകാരം ലേവ്യരിൽ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് യഹൂദ ഗോത്രത്തിലും ശിമെയോൻ ഗോത്രത്തിലും ബെന്യാമീൻ ഗോത്രത്തിലും കൂടെ 13 പട്ടണം കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കൾക്ക് എഫ്രൈം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശ്ശെയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 10 പട്ടണം കിട്ടി. ഗേർഷോന്റെ മക്കൾക്ക് ഇസ്സാഖാർ ഗോത്രത്തിലും ആശേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനശ്ശെയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 13 പട്ടണം കിട്ടി. മെരാരിയുടെ മക്കൾക്ക് കുടുംബമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലൂൻ ഗോത്രത്തിലും കൂടെ 12 പട്ടണം കിട്ടി. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ലേവ്യർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നറുക്കുപ്രകാരം കൊടുത്തു. അവർ യഹൂദ മക്കളുടെ ഗോത്രത്തിലും ശിമെയോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേർ പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു. അവ ലേവി മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ അഹ്റോന്റെ മക്കൾക്ക് കിട്ടി. അവർക്കായിരുന്നു ഒന്നാമത്തെ നറുക്ക് വന്നത്. യഹൂദ മലനാട്ടിൽ അവർ അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോനും അതിനു ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു. എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യെഫുന്നെയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. ഇങ്ങനെ അവർ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് കൊല ചെയ്തവന് സങ്കേത നഗരമായ ഹെബ്രോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ലിബ്നയും അതിൻ്റെ പുൽപ്പുറങ്ങളും യദ്വീരും അതിൻ്റെ പുൽപ്പുറങ്ങളും എസ്തമോവയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹോലോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ദബീരും അതിൻ്റെ പുൽപ്പുറങ്ങളും അയീനും അതിൻ്റെ പുൽപ്പുറങ്ങളും യുദ്ധയും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേത് ഷെമേഷും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ ആ 2 ഗോത്രങ്ങളിൽ 9 പട്ടണവും ബെന്യാമീൻ ഗോത്രത്തിൽ ഗിബെയോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗേബയും അതിൻ്റെ പുൽപ്പുറങ്ങളും അനാദോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും അൽമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും കൊടുത്തു. അഹ്റോന്റെ മക്കളായ പുരോഹിതന്മാർക്ക് എല്ലാം കൂടി 13 പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കളായ ലേവ്യർക്ക് കെഹാത്തി കുടുംബങ്ങൾക്ക് തന്നെ നറുക്കു കിട്ടിയ പട്ടണങ്ങൾ എഫ്രൈം ഗോത്രത്തിലായിരുന്നു. എഫ്രൈം നാട്ടിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഷേഖേമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗേസരും അതിൻ്റെ പുൽപ്പുറങ്ങളും കിബ്സിയും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേത് ഹോരയോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും. ദാൻ ഗോത്രത്തിൽ എൽതെക്കയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗിബ്ബെദോനും അതിൻ്റെ പുൽപ്പുറങ്ങളും അയാലൂനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗഡ്രിമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണങ്ങളും. മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ താനാക്കും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗത്രിമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 2 പട്ടണങ്ങളും അവർക്ക് കൊടുത്തു. ഇങ്ങനെ കെഹാത്തിന്റെ ശേഷം മക്കളുടെ കുടുംബങ്ങൾക്ക് എല്ലാം കൂടി 10 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ലേവ്യരുടെ കുടുംബങ്ങളിൽ ഗേർഷോന്റെ മക്കൾക്ക് മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ബാഷാനിലെ ഗോലാനും അതിൻ്റെ പുൽപ്പുറങ്ങളും ബെയസ്തരയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 2 പട്ടണവും. ഇസ്സാഖാർ ഗോത്രത്തിൽ കിഷൂനും അതിൻ്റെ പുൽപ്പുറങ്ങളും ദാബരത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും യർമൂത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും ഏൻഗന്നീമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും. ആശേർ ഗോത്രത്തിൽ മിഷാലും അതിൻ്റെ പുൽപ്പുറങ്ങളും അബ്ദോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹെൽക്കത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും രഹോബും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും. നഫ്താലി ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഗലീലയിലെ കേദിഷും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹമ്മോദ്ദോരും അതിൻ്റെ പുൽപ്പുറങ്ങളും കർത്താനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 3 പട്ടണവും കൊടുത്തു. ഗർഷോന്യർക്ക് കുടുംബമായി എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ശേഷം ലേവ്യരിൽ മെരാരി കുടുംബങ്ങൾക്ക് സെബൂലൂൻ ഗോത്രങ്ങളിൽ യൊക്നയാമും അതിൻ്റെ പുൽപ്പുറങ്ങളും കർദയും അതിൻ്റെ പുൽപ്പുറങ്ങളും ദിമ്നിയും അതിൻ്റെ പുൽപ്പുറങ്ങളും നഹലാലും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും. റൂബേൻ ഗോത്രത്തിൽ ബേസരും അതിൻ്റെ പുൽപ്പുറങ്ങളും യസ്സയും അതിൻ്റെ പുൽപ്പുറങ്ങളും കെദേമോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും മെഫാത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും. ഗാദ് ഗോത്രത്തിൽ കൊല ചെയ്തവനായ സങ്കേത നഗരമായ ഗിലെയാദിലെ രാമോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും മഹനീമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹെഷ്ബോനും അതിൻ്റെ പുൽപ്പുറങ്ങളും
യസീരും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ എല്ലാം കൂടി 4 പട്ടണവും കൊടുത്തു. അങ്ങനെ ശേഷം ലേവ്യ കുടുംബങ്ങളായ മെരാര്യർക്ക് നറുക്കുപ്രകാരം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എല്ലാം കൂടി 12 ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി 48 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ഈ പട്ടണങ്ങളിൽ ഓരോന്നിന് ചുറ്റും പുൽപ്പുറങ്ങളുണ്ടായിരുന്നു. ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായം. അക്കാലത്ത് യോശുവ രൂബേന്യരെയും ഗാദ്യരെയും മനശ്ശെയുടെ പാതി ഗോത്രത്തെയും വിളിച്ചു. അവരോട് പറഞ്ഞത്, യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും എൻ്റെ വാക്കനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ കാലമൊക്കെയും നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ വിട്ടുപിരിയാതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പന പ്രമാണിച്ചു നടന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാർക്ക് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്കും യഹോവയുടെ ദാസനായ മോശെ യോർദാനക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ അവകാശ ദേശത്തേക്കും മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ വഴികളിൽ നടന്ന് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്യണമെന്ന് യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയായിരിപ്പിൻ. ഇങ്ങനെ യോശുവ അവരെ അനുഗ്രഹിച്ചു, യാത്ര അയച്ചു. അവർ തങ്ങളുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തു. മനശ്ശെയുടെ പാതി ഗോത്രത്തിന് മോശെ ബാശാനിൽ അവകാശം കൊടുത്തിരുന്നു. മറ്റേ പാതി ഗോത്രത്തിന് യോർദാൻ ഇക്കരെ പടിഞ്ഞാറ് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ യോശുവ കൊടുത്തു. അവരെ അവരുടെ വീടുകളിലേക്ക് അയച്ചപ്പോൾ യോശുവ അവരെ അനുഗ്രഹിച്ച് അവരോട് പറഞ്ഞത്, വളരെ നാൽക്കാലികൾ, വെള്ളി, പൊന്ന്, ചെമ്പ്, ഇരുമ്പ്, വളരെ വസ്ത്രം എന്നിങ്ങനെ അനവധി സമ്പത്തോടു കൂടെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുകയും നിങ്ങളുടെ ശത്രുക്കളുടെ പക്കൽ നിന്ന് കിട്ടിയ കൊള്ള നിങ്ങളുടെ സഹോദരന്മാരുമായി പങ്കിട്ടുകൊള്ളുകയും ചെയ്യുവിൻ. അങ്ങനെ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും മോശെ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ കൈവശമാക്കിയിരുന്ന അവകാശ ദേശമായ ഗിലെയാദ് ദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടതിന് കനാൻ ദേശത്തിലെ ശീലോവിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിട്ടു പുറപ്പെട്ട് അവർ കനാൻ പ്രദേശത്തിലെ യോർദാനി പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും യോർദാൻ സമീപത്ത് ഒരു യാഗപീഠം, കാഴ്ചയ്ക്ക് വലുതായിരിക്കുന്ന ഒരു യാഗപീഠം പണിതു. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും കനാൻ ദേശത്തിന്റെ കിഴക്കുപുറത്ത് യോർദാനി പ്രദേശങ്ങളിൽ ഇസ്രായേൽ മക്കൾക്കെതിരെ ഇതാ ഒരു യാഗപീഠം പണിതിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മക്കൾ കേട്ടു. ഇസ്രായേൽ മക്കൾ അത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും അവരോട് യുദ്ധത്തിന് പുറപ്പെടുവാൻ ശീലോവിൽ ഒന്നിച്ചുകൂടി. ഇസ്രായേൽ മക്കൾ ഗിലെയാദ് ദേശത്ത് രൂബേന്യരുടെയും ഗാദ്യരുടെയും മനശ്ശെയുടെ പാതി ഗോത്രത്തിന്റെയും അടുക്കൽ പുരോഹിതനായ എലയാസന്റെ മകനായ ഫീനെഹാസിനെയും അവനോടുകൂടെ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളുടെ നിന്നും ഓരോ പിതൃഭവനത്തിന് ഓരോ പ്രഭു വീതം 10 പ്രഭുക്കന്മാരെയും അയച്ചു. അവരിൽ ഓരോരുത്തരും താന്താന്റെ പിതൃഭവനത്തിൽ ഇസ്രായേലിലെ സഹസ്രങ്ങൾക്ക് തലവന്മാരായിരുന്നു. അവർ ഗിലെയാദ് ദേശത്ത് രൂബേന്യരുടെയും ഗാദ്യരുടെയും മനശ്ശെയുടെ പാതി ഗോത്രത്തിനെയും അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, യഹോവയുടെ സഭ മുഴുവനും ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കേണ്ടതിന് ഒരു യാഗപീഠം പണിത് ഇന്ന് യഹോവയെ വിട്ടുമാറുവാൻ തക്കവണ്ണം നിങ്ങൾ ഇസ്രായേലിലെ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഈ ദ്രോഹം എന്ത്? പെയോർ സംബന്ധിച്ചിട്ടുള്ള അകൃത്യം നമുക്ക് പോരായോ? അത് നിമിത്തം യഹോവയുടെ സഭയ്ക്ക് ബാധ ഉണ്ടായിട്ടും നാം ഇന്ന് വരെ അത് നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ചു തീർന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഇന്ന് യഹോവയെ വിട്ടുമാറുവാൻ പോകുന്നുവോ? നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കുന്നു. നാളെ അവൻ ഇസ്രായേലിന്റെ സർവ്വസഭയോടും കോപിപ്പാൻ സംഗതിയാകും. നിങ്ങളുടെ അവകാശ ദേശം അശുദ്ധം എന്ന് അരികിൽ യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്നതായ യഹോവയുടെ അവകാശ ദേശത്തേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ഇടയിൽ അവകാശം വാങ്ങുവിൻ. എന്നാൽ നമ്മുടെ ദൈവമായ യഹോവയുടെ യാഗപീഠം ഒഴികെ ഒരു യാഗപീഠം പണിത് യഹോവയോട് മത്സരിക്കരുത്, ഞങ്ങളോട് മത്സരിക്കരുത്. സേരഹിന്റെ മകനായ ആഖാൻ ശവദാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു കുറ്റം ചെയ്യുകയാൽ
കോപം ഇസ്രായേലിന്റെ സർവ്വസഭയുടെ മേലും വീണില്ലയോ? അവൻ മാത്രമല്ലല്ലോ അവന്റെ അകൃത്യത്താൽ നശിച്ചത്. അതിന് രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും ഇസ്രായേലിലെ സഹസ്രങ്ങളുടെ തലവന്മാരോട് ഉത്തരം പറഞ്ഞത്, സർവ്വവല്ലഭനാകുന്ന ദൈവമായ യഹോവ, സർവ്വവല്ലഭനാകുന്ന ദൈവമായ യഹോവ തന്നെ അറിയുന്നു, ഇസ്രായേലും അറിയട്ടെ. ഞങ്ങൾ യഹോവയോടുള്ള മത്സരത്താലോ ദ്രോഹത്താലോ, അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ നിന്റെ രക്ഷ ഞങ്ങൾക്കില്ലാതെ പോകട്ടെ. യഹോവയെ വിട്ടുമാറേണ്ടതിന് ഞങ്ങൾ ഒരു യാഗപീഠം പണിതു എങ്കിൽ, അല്ല അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിപ്പാനോ സമാധാന യാഗങ്ങൾ അർപ്പിപ്പാനോ ആകുന്നുവെങ്കിൽ യഹോവ തന്നെ ചോദിച്ചു കൊള്ളട്ടെ. നാളെ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുമായി നിങ്ങൾക്ക് എന്ത് കാര്യമാണുള്ളത്? ഞങ്ങളുടെയും രൂബേന്യരും ഗാദ്യരുമായ നിങ്ങളുടെ മധ്യേ യഹോവ യോർദാനെ അതിരാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾക്ക് യഹോവ ഭയപ്പെടാതിരിപ്പാൻ സംഗതി വരുത്തും എന്നുള്ള ശങ്ക കൊണ്ടല്ലയോ ഞങ്ങൾ ഇത് ചെയ്തത്? അതുകൊണ്ട് നാം ഒരു യാഗപീഠം പണിക എന്ന് ഞങ്ങൾ പറഞ്ഞു. ഹോമയാഗത്തിനല്ല, ഹനനയാഗത്തിനുമല്ല. ഞങ്ങൾ യഹോവയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ഹോമയാഗങ്ങളാലും ഹനനയാഗങ്ങളാലും സമാധാന യാഗങ്ങളാലും അവന്റെ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും, നിങ്ങളുടെ മക്കൾ നാളെ ഞങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയില്ല എന്ന് പറയാതിരിക്കുകയും ചെയ്യേണ്ടതിനും, നിങ്ങൾക്കും നമ്മുടെ ശേഷം നമ്മുടെ സന്തതികൾക്കും മധ്യേ ഒരു സാക്ഷിയായിരിക്കേണ്ടതിനത്രേ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത്, നാളെ അവർ നമ്മോടോ നമ്മുടെ സന്തതികളോടോ അങ്ങനെ പറയുമ്പോൾ ഹോമയാഗത്തിനല്ല ഹനനയാഗത്തിനുമല്ല, ഞങ്ങൾക്ക് നിങ്ങൾക്കും മധ്യേ സാക്ഷിയായിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള യഹോവയുടെ യാഗപീഠത്തിന്റെ പ്രതിരൂപം കാൺമിൻ എന്ന് മറുപടി പറവാൻ ഇടയാകും. ഞങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയുടെ തിരുനിവാസത്തിന് മുമ്പാകെയുള്ള അവന്റെ യാഗപീഠം ഒഴികെ ഹോമയാഗത്തിനോ ഭോജനയാഗത്തിനോ ഹനനയാഗത്തിനോ വേറൊരു യാഗപീഠം ഉണ്ടാക്കിയിട്ട് യഹോവയോട് മത്സരിക്കുകയും ഇന്ന് യഹോവയെ വിട്ടുമാറുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ മക്കളും പറഞ്ഞ വാക്കുകൾ പുരോഹിതനായ ഫീനെഹാസും അവനോട് കൂടെ സഭയുടെ പ്രഭുക്കന്മാരായി ഇസ്രായേലിലെ സഹസ്രങ്ങൾക്കുള്ള തലവന്മാരുമായവർ കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. പുരോഹിതനായ എലയാസന്റെ മകൻ ഫീനെഹാസ് രൂബേന്റെ മക്കളോടും ഗാദിന്റെ മക്കളോടും മനശ്ശെയുടെ മക്കളോടും, നിങ്ങൾ യഹോവയോട് ഈ അകൃത്യം ചെയ്തിട്ടില്ലായകൊണ്ട് യഹോവ നമ്മുടെ മധ്യേ ഉണ്ടെന്ന് ഞങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇസ്രായേൽ മക്കളെ യഹോവയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫീനെഹാസും പ്രഭുക്കന്മാരും രൂബേന്യരായും ഗാദ്യരെയും വിട്ട് ഗിലെയാദ് ദേശത്തു നിന്ന് കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവരോട് വസ്തുത അറിയിച്ചു. ഇസ്രായേൽ മക്കൾക്ക് ആ കാര്യം സന്തോഷമായി. അവർ ദൈവത്തെ സ്തുതിച്ചു. രൂബേന്യരും ഗാദ്യരും പാർത്ത ദേശം നശിപ്പിക്കേണ്ടതിന് അവരോട് യുദ്ധത്തിന് പുറപ്പെടുന്നതിനെക്കുറിച്ച് പിന്നെ മിണ്ടിയതേയില്ല. രൂബേന്യരും ഗാദ്യരും യഹോവ തന്നെ ദൈവം എന്നതിന് ഇത് നമ്മുടെ മധ്യേ സാക്ഷി എന്ന് പറഞ്ഞ് ആ യാഗപീഠത്തിന് ഏത് എന്ന് പേരിട്ടു. യോശുവയുടെ പുസ്തകം 23 അധ്യായം. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകി ഏറെക്കാലം കഴിഞ്ഞ് യോശുവ വയസ്സു ചെന്ന് വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരോട് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ വയസ്സു ചെന്ന് വൃദ്ധനായിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ഇതാ, യോർദാൻ മുതൽ പടിഞ്ഞാറോട്ട് മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള ജാതികളുടെയും ഞാൻ സംഹരിച്ചു കളഞ്ഞിരിക്കുന്ന സകല ജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി നറുക്കിട്ട് വിഭാഗിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിപ്പാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരുത്. അവരുടെ ദേവന്മാരുടെ നാമം ജപിക്കുകയും അത് ചൊല്ലി സത്യം ചെയ്യുകയും അരുത്. അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും അരുത്.
നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റുചേർന്ന് നിൽപ്പിൻ. യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വലിപ്പവും ബലവുമുള്ള ജാതികളെ നീക്കിക്കളഞ്ഞു. ഒരു മനുഷ്യനും ഇന്നുവരെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് നിങ്ങളിൽ ഒരുത്തൻ 1000 പേരെ ഓടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിപ്പിൻ. അല്ലാതെ നിങ്ങൾ വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ശേഷം ജാതികളോട് ചേർന്ന് വിവാഹ സംബന്ധം ചെയ്യുകയും അവർ നിങ്ങളോടും ഇടകലരുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളയുകയില്ലെന്നും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തു നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങളെ കുടുക്കും കെണിയും വിലാപ്പുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്നും അറിഞ്ഞുകൊള്ളുവിൻ. ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിൽ വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങളെ നശിപ്പിക്കും വരെ യഹോവ എല്ലാ തിന്മകളും നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ ലംഘിക്കുകയും ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ചിട്ട് നമസ്കരിക്കുകയും ചെയ്താൽ യഹോവയുടെ കോപം നിങ്ങളുടെ നേരെ ജ്വലിക്കും. അവ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും.